ദുഷ്ട 3 വർഷം എന്റെ പുറകെ നടന്ന് എന്നെ സ്നേഹിച്ചിട്ട് ഗവൺമെന്റ് ജോലി കിട്ടിയപ്പോ നീ വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കുമല്ലേ? നിന്നെ ഞാൻ നോക്കിക്കോ. എന്റെ ശവം ഞാൻ നിന്നെ കൊണ്ട് തീറ്റിക്കും. ഞാൻ കിണറ്റിൽ ചാടി ചാവും. മോളെ കിണറ്റിൽ ചാടരുത് മകളെ. അച്ഛൻ ഇങ്ങനെ സ്ലോ മോഷനിൽ വരണത്. അച്ഛനൊരു ഇമോഷണൽ സീൻ ക്രിയേറ്റ് ചെയ്തല്ലേ മോളെ? അതൊക്കെ എഡിറ്റേഴ്സ് ചെയ്യും, അച്ഛൻ ചെയ്യണ്ട. മോളെ കിണറ്റിൽ ചാടരുത്. ഞാൻ ചാടും. 3 വർഷം എന്റെ പുറകെ നടന്ന് എന്നെ സ്നേഹിച്ചതല്ലേ, എന്നിട്ട് അവൻ വേറെ കല്യാണം കഴിക്കാൻ പോകണം. എനിക്ക് പറ്റൂല. ഞാൻ അവന്റെ പേര് എഴുതി വെച്ച ആ പേര് കൊണ്ട് ഇതിനകത്ത് ചാടി ചാവും. മോനെ അവന്റെ പേര് വാട്ടി കിണറ്റിൽ ചാടിക്കഴിഞ്ഞാൽ ഈ കിണറ്റിലെ വെള്ളം ചീത്തയാകും. അതുകൊണ്ട് മോൾ കരയ്ക്കൊരു പേര് എഴുതി വെച്ചിട്ട് കിണറ്റിലോട്ട് ചാട്. അപ്പൊ ഞാൻ ചാവണമെന്നാണ് അച്ഛൻ പറഞ്ഞത്. എന്റെ മോളെ നീ മണ്ടിയാണോ? ഇന്നത്തെ കാലത്ത് ഇങ്ങനെ വല്ലൊരു ചിന്തിക്കോ? അവിടെ നിറയിക്കേ. ഞാൻ പറയട്ടെ മോളെ, അവൻ മനസ്സിൽ നിന്ന് പറിച്ചു കള. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊന്നും ചിന്തിക്കല്ലേ മകളെ. അച്ഛ, അവൻ എന്റെ മനസ്സിൽ നിന്ന് ഞാൻ എങ്ങനെയെങ്കിലും പറിച്ചു കളയാം. പക്ഷെ അവന്റെ പേര് പപ്പൂന്ന് ഞാൻ കയ്യിൽ ടാറ്റു അടിച്ചു പോയി. മോള് പപ്പു എന്നല്ലേ അടിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി ഈ പപ്പു എന്നുള്ളത് പപ്പ എന്നാക്ക്. അപ്പൊ പപ്പയോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് മോൻ അങ്ങനെ ടാറ്റു അടിച്ചിരിക്കുന്നു തോന്നിക്കോളും. ആണോ? എന്നാലും എനിക്ക് പറ്റണില്ല അച്ഛാ. മോളെ നിന്റെ വിഷമം എനിക്കറിയാം. മോള് വിഷമിക്കണ്ട. അവനെ അവന്റെ അച്ഛനെ കല്യാണ പന്തലിൽ നിന്ന് കെട്ടി വലിച്ചോണ്ട് വരാൻ എന്റെ അളിയൻ മാർക്കോയെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അയ്യോ, മാർക്കോ മാമനോ? മാർക്കോ മാമൻ വരും, അവരെ ഇവിടെ കൊണ്ടുവരും. അയൽവക്കക്കാര് കേൾക്കാൻ വേണ്ടി പറയാ, 18 വയസ്സിൽ താഴെ പ്രായമുള്ള ആരും ഇന്ന് ഈ വീട്ടിലോട്ട് എത്തി നോക്കുക പോലും ചെയ്യരുത്. കാരണം എന്റെ അളിയൻ മാർക്കോ വരുന്നുണ്ട്. എന്റെ അളിയൻ അത്ര വയലൻസാ. അളിയ മാർക്കോ, എന്റെ കുടുംബത്തെ കരയിപ്പിച്ചവരെ ചോര കൊണ്ട് കുളിപ്പിക്കും, തീ കൊണ്ട് മൂടും. അതാണ് ഈ മാർക്കോ. കണ്ടോ മോനെ, മാർക്കോ സിനിമയിൽ ചെവിയല്ലേ കടിച്ചു മുറിച്ചത്. ഇത് കണ്ടോ കല്യാണ ചെറുക്കന്റെ പുക്കളും കടിച്ചോണ്ട് വന്നിരിക്കുന്നത്. അളിയ പൊക്കളല്ല, വിശന്നോണ്ട് ഒരു ഉഴുന്നോടെ വാങ്ങിച്ച് അതിൽ ശ്വാസം മുക്കി തിന്നോണ്ട് വന്നതല്ലേ. ഈ മാർക്കോ മാമൻ ഇന്നിവിടെ ചോര പുഴ ഒഴുക്കും. ഇതെന്റെ കഴുത്തെ കൊണ്ടു കഴിഞ്ഞാൽ അളിയന്റെ ചോരയുടെ വീഴും. അളിയന്റെ കഴുത്തെ കൊണ്ട് എന്റെ ചോര എങ്ങനെ വീഴും? അളിയ നമ്മള് രണ്ടും ഒരു ചോരയല്ലേ അളിയ? എന്നെ തേച്ചവന്റെ കല്യാണം ഇവിടെ നടക്കരുത്. അവൻ ആ കൊച്ചിന്റെ കഴുത്തിൽ താലി കെട്ടൂല. മോളെ നീ ഇത് കണ്ടോ? താലി കെട്ടിക്കത്തില്ല. അതാണ് എന്റെ അളിയൻ. അയ്യോ മാമ, അവന്റെ കൈ വെട്ടിയോ? അളിയ, അളിയൻ എന്തിനാണ് അവന്റെ കൈ വെട്ടിയത്? അളിയ അത് വേണ്ടായിരുന്നല്ലോ അളിയ. അത് കൈ വെട്ടിയല്ല, ഇത് അവനെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് മാമ ചെയ്തൊരു സംഭവമാണ്. കാര്യം മറന്നു. ഒരു പേപ്പർ എഴുതി കൊണ്ട് വന്നതാണ്. എന്നിട്ട് ആ പേപ്പർ ഇവിടെ? ആ പേപ്പറിൽ ഞാൻ മറ്റേ വട നിന്നിട്ട് തുടച്ചളഞ്ഞത്. ആ സംഭവം തന്നെ, ആ സംഭവം തന്നെ മക്കളെ. ഇത് അവനെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. അളിയ അവനെവിടെ? അവനെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവാ, ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് നീങ്ങിയടാ. ഓക്കോ, എന്ത് വിളിച്ച? ഉമ്മ വരാൻ വേണ്ടി. ആര്? താണ്ട ഈ നിൽക്കുന്ന സുന്ദരിയായ പെൺകുട്ടി. വേണ്ട, താടിയെടുക്കും. അതല്ല, ഈ കുട്ടിക്ക് മനസ്സിലാടാ കൊച്ചെന്ന്. എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. ഇപ്പൊ തന്നെ കിട്ടും, ശബക്കര കിട്ടും നിനക്ക്. 3 വർഷം എന്റെ ബാക്കിൽ നിന്ന് നടന്ന് എന്നെ സ്നേഹിച്ചിട്ട് സർക്കാർ ജോലി കിട്ടിയപ്പോ ഇപ്പൊ നിനക്ക് വേറെ പെണ്ണ് വേണോ? അല്ലേടാ പട്ടി. എന്റെ അളിയൻ മാർക്കോടെ ശക്തി നോക്ക്. അത്ഭുതം തന്നെ. ഒറ്റയടിക്ക് കല്യാണ ചെറുക്കൻ കിളവനായി. അയ്യോ, കല്യാണ ചെറുക്കൻ കിളവനായതല്ല, ഞാനവന്റെ അച്ഛനാ. അവന്റെ അച്ഛനാണോ? അതെ, എന്റെ മകനല്ലേ നിങ്ങളുടെ മകളെ തേച്ചത്. പിന്നെ എന്തിനാണ് എന്നെ തല്ലുന്നത്? നീയല്ലേ ഈ വ്യാപാരത്തെ മേശരി, അതാ നിന്നെ തല്ലിയത്. മകനെ, എന്തെങ്കിലും നൈസായിട്ട് പറഞ്ഞു ഇവിടുന്ന് ഊരാനുള്ള വഴി ഉണ്ടാക്ക്. ഒരു മിനിറ്റ്. അതെ, ഇന്ന് 12 മണിക്ക് എന്റെ കല്യാണമാണ്. അച്ഛനോട് നിൽക്കുമ്പോ മകളെയാണ് കല്യാണം വിളിക്കുന്നത്. ചേട്ടാ, ഇന്ന് 12 മണിക്ക് എന്റെ മകന്റെ കല്യാണമാണ്. അപ്പൊ കുടുംബമായിട്ട് വന്നേക്കണേ. അളിയനെ മാത്രമേ വിളിക്കുന്നുള്ളൂ, ഈ മാർക്ക് മാമനെ വിളിക്കില്ലേ? ആണാ? അത് ഈ സംഭാവനയൊക്കെ തരേണ്ട ആരെയാണ്? എന്റെ അടുക്കെ കാര്യസ്ഥൻ നിങ്ങളാണല്ലേ? അത് ശരി, എന്താ പിടിച്ചോ സംഭാവന. മാമ ഒന്ന് അഴിച്ചുവിടുവാ, ഒന്ന് അഴിച്ചുവിടുവാ. വേണ്ട, അഴിച്ചുവിടാം. ഓടാൻ ശ്രമിക്കരുത്. ഓടാൻ ശ്രമിച്ചാൽ എന്റെ അളിയൻ മാർഗം ഓടിച്ചിട്ട് വെട്ടും. ഓടൂല, അഴിച്ചുവിടാം. ഓടൂല, ഓടൂല, സത്യമായിട്ട് ഓടൂല, സത്യമായിട്ട് ഓടൂല.
നീ സീരിയസ് ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കി ഇങ്ങോട്ട് വന്നേ. നീ മനസ്സിലെത്തി ഒന്ന് ആലോചിക്കേ. ഞാൻ നിന്റെ പിറകെ 3 കൊല്ലം നടന്ന് സത്യം ശരിയെന്നാ. പക്ഷെ എനിക്ക് ഇപ്പോഴല്ലേ സർക്കാർ ജോലി കിട്ടിയത്. സർക്കാർ ജോലി കിട്ടിയ ഒരു പയ്യൻ എപ്പോഴും സർക്കാർ ജോലി കിട്ടിയ ഒരു പെണ്ണിനെ കെട്ടാവൂ. നീ എന്നെ മറന്നേക്ക്. എനിക്ക് പറ്റൂല, എനിക്ക് നീ മതി. അയ്യേ മതി. ഇങ്ങനെ പറയില്ല, ഇങ്ങനെ പറഞ്ഞ് പഠിക്കല്ലേ. നിനക്ക് എന്താണ് ജോലി? തുണിക്കടയില്. തുണിക്കടയിൽ എത്ര രൂപ ശമ്പളം ഉണ്ട് നിനക്ക്? 10,000 രൂപ. 10,000 രൂപ. അവിടെ തന്നെ പൊളിഞ്ഞില്ലേ? എനിക്ക് അതിനേക്കാളും മുകളിൽ ശമ്പളം ഉണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നീ ഒന്ന് കൂളായിട്ട് ഒന്ന് കേൾക്കണം. നീ തുണിക്കടയിൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചു, അപ്പൊ നീ എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? തന്നെ പറഞ്ഞു വിടും. ഇതേ സംഭവം എന്റെ ഓഫീസിൽ നടന്നു കഴിഞ്ഞാൽ അവരെന്നെ എന്ത് ചെയ്യും? പറഞ്ഞു വിടും. പക്ഷെ അതേ ഓഫീസിൽ തന്നെ എന്നെ വീണ്ടും തിരിച്ചെടുക്കും, പ്രൊമോഷനോട് കൂടി. അതാണ് സർക്കാർ പ്രൈവറ്റും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ മനസ്സിലായ? അതാണ് ഞാൻ പറഞ്ഞത് മോളെ, നമ്മൾ തമ്മിൽ ചേരില്ല, നമുക്ക് പോവാം. പറ്റൂല, എനിക്ക് നിന്നെ മതി. സർക്കാർ സമ്മതിക്കൂലടി എന്നെ കെട്ടാൻ. സത്യം. അതായത് നിങ്ങൾ സർക്കാരുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മകനെ കൊണ്ട് നിങ്ങളുടെ മകളെ എങ്ങനെയെങ്കിലും കെട്ടിക്കായിരുന്നു. ആര് പറഞ്ഞു സർക്കാരോട് ബന്ധമില്ലെന്ന്? എന്ത് ബന്ധമുണ്ട്? എന്റെ അളിയനും ഈ വീടിനും സർക്കാരോട് നല്ല ബന്ധമുണ്ട്. കേൾക്കണം പ്രിയ കൂട്ടരെ. സർക്കാരുമായിട്ട് എന്ത് ബന്ധമാണെന്നാ പറഞ്ഞത്? സർക്കാരുള്ള ബന്ധം കേട്ടോ. അളിയൻ സ്ഥിരമായിട്ട് സർക്കാർ ലോട്ടറി എടുക്കും, സർക്കാർ ആശുപത്രിയാണ് പോകുന്നത്, സ്ഥിരമായിട്ട് സർക്കാർ ബസ്സിൽ കയറും. എന്തിനു പറയുന്നു? ഈ ഇരിക്കുന്ന സർക്കാർ പുറമ്പോക്കിലാണ് അളിയൻ വീട് വെച്ച് താമസിക്കുന്നത്, അറിയാമോ? ഈ സർക്കാരിന്റെ ഡിമാൻഡ് കേന്ദ്ര സർക്കാരിന് പോലും ഇല്ല, അറിയാമോ? ഒരു കാര്യം ചെയ്യും, സർക്കാർ സിനിമ ആണോന്നും കൂടെ പറ. ഇപ്പോഴേ പറഞ്ഞ പൊളിഞ്ഞില്ലേ? ഇതൊന്നും പറയരുതേ. നിങ്ങൾ ചിലരെങ്കിലും സർക്കാരിന്റെ ശമ്പളം മേടിച്ച് ഫാന്റെ ചോട്ടി കിടന്ന് ഉറങ്ങുകയാണ്. ഇതാണ് എല്ലാരും സർക്കാർ ഉദ്യോഗസ്ഥരെ പറ്റി പറയുന്ന കംപ്ലൈന്റ്. ഇതാണ് നമ്മൾ ഉറങ്ങണം നമ്മൾ ഉറങ്ങാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഉറക്ക ഒഴിഞ്ഞ് കഷ്ടപ്പെട്ട് പഠിച്ച് ഊപ്പാടുമെന്നാണ് നമുക്ക് ഈ ജോലി കിട്ടണം. അപ്പൊ വിശ്രമത്തിന് വേണ്ടിയാണ് നമ്മൾ ഇരുന്ന് ഉറങ്ങണത്. ചുമ്മാ അല്ല, തുണിക്കട ചെന്ന് ഉറങ്ങാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ തമ്മിൽ ശരിയാവൂല. പറ്റൂല, എനിക്ക് നിന്നെ മതിയടാ. ഇതുവരെ നിനക്ക് സർക്കാർ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം നിനക്ക് മനസ്സിലായില്ലേ? ഇനി ഞാൻ പറഞ്ഞുതരാം. നിന്റെ അച്ഛൻ എന്താണ് ജോലി? പശു വളർത്തൽ. എന്താണ് ജോലി? ഞങ്ങളെ പശുവിനെ വളർത്തിയാണ്. ഈ പശു ചെത്തി കഴിഞ്ഞാൽ എന്ത് കിട്ടും? മൂക്ക് കയറി കിട്ടും. അതെടുത്ത് തൂങ്ങി ചാവാനേ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അങ്ങനെയല്ല. നമ്മൾ ആ ജോലി ഇന്ന് വിരമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ വന്നുകൊണ്ടിരിക്കും മരണം വരെ. ഇപ്പൊ മനസ്സിലായോ? നിങ്ങൾ തമ്മിൽ ചേരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോ പോയിട്ട് വർത്താതെ 12 മണി കഴിഞ്ഞാൽ പോയിട്ട്. ഞങ്ങളുടെ ഫാമിലി പോലല്ല നിങ്ങളുടെ ഫാമിലി. അതെ, ഞങ്ങളുടെ ഫാമിലി ഞങ്ങളുടെ കുടുംബക്കാരെ മാത്രമേ ഞങ്ങൾ കിട്ടുള്ളൂ. ഉദാഹരണത്തിന് ഞാൻ കെട്ടിരിക്കുന്നത് എന്റെ ഭാര്യയാണ്, എന്റെ അച്ഛൻ കെട്ടിരിക്കുന്നത് എന്റെ അമ്മേനാണ്, എന്റെ അപ്പൻ കെട്ടിരിക്കുന്നത് എന്റെ അമ്മൂമ്മേനാണ്. ഇവൻ കെട്ടാൻ പോണത് അവന്റെ ഭാര്യയെ. ആ ഭാര്യയാണ് ഇപ്പൊ മണ്ഡപത്തിൽ കാത്തിരിക്കുന്ന, അറിയാവോ? പറയട്ടെ, അപ്പൊ നമ്മൾ ബന്ധുക്കാരാണല്ലോ. എങ്ങനെ? ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ കെട്ടിയിരിക്കുന്നത് എന്റെ ഭാര്യയാണ്, എന്റെ അമ്മ കെട്ടിയിരിക്കുന്നത് എന്റെ അച്ഛനെയാണ്, എന്റെ അമ്മാവൻ കെട്ടിയിരിക്കുന്നത് എന്റെ അമ്മായിയാണ്, എന്റെ കൊച്ചച്ഛൻ കെട്ടിയിരിക്കുന്നത് എന്റെ കൊച്ചമ്മയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇവ കെട്ടേണ്ട എന്റെ മോളെയാണ് ഭാര്യയായിട്ട്. അളിയ, അപ്പൊ ഞാൻ കുടുംബത്തിൽ ആരുമല്ലേ അളിയ? എന്റെ അളിയ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി വരട്ടെ അളിയ. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, എല്ലാവരും കേൾക്കാൻ വേണ്ടി ഒരു കാര്യം മാർക്കോ പറയാം. ഈ മാർക്കോ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാ. അമ്മാട്ടിട്ടാ പിക്കാസ് ഇട്ടാ? അമ്മാട്ടിയും പിക്കാസും അല്ലടാ, ജെസിബി ഉണ്ട്. നിനക്ക് ഞാൻ കാണിച്ചു തരാം. അറിയാതെ ഞാൻ പറഞ്ഞു പോയി. വെറുതെ ഒരു കാര്യമില്ലാത്ത കൗണ്ടറാണ് അത്. ഏറ്റവും ഇല്ല അങ്ങനെ തന്നെ കൊല്ലുകയും ചെയ്യും. ഞാൻ പോട്ടെ. നീ പോണ്ട. കല്യാണം കഴിയും സമയമായിട്ട് അവിടെ കാത്തിരിക്കുന്നു. എന്നെ കെട്ടിയാ മതി. എനിക്ക് തന്നെ കെട്ടാൻ പറ്റൂല. എന്റെ സർക്കാർ ജോലിക്കാരെ കൊല്ലല്ലേ. മാമ, അവനെ കൊല്ലല്ലേ മാമ. അളിയ അവന്റെ തലയടിച്ച് പൊട്ടിക്കന്നെ അളിയാ. തലയടിച്ച് പൊട്ടിക്കാനല്ലേ, ഇവനോട് സംസാരിച്ച് തൊണ്ടല്ലേ വെള്ളം പറ്റി. തേലിട്ട് ഓടിക്കാൻ വേണ്ടി ആത്ത് തന്നെയില്ലേ, ഗ്യാസ് തീർന്നു പോയി. നിന്റെ അടുത്ത് ഞാൻ അവസാനമായിട്ട് പറയാണ്. എന്തോന്ന്? നീ എന്റെ മോളെ കെട്ടി കഴിഞ്ഞാ PSC ടെസ്റ്റ് പോലെ എഴുതാതെ ഇവളെ ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥയാക്കും. മണ്ടത്തരം പറയല്ലേ. PSC ടെസ്റ്റ് എഴുതാതെ ഇന്ന് വരെ സർക്കാർ ജോലി കിട്ടിയ ചരിത്രമല്ല. നീ കെട്ടി നോക്ക്, അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇല്ല, അങ്ങനെ നടക്കില്ലല്ലോ. നടക്കൂലല്ലോ, എനിക്കറിയാലോ, നടക്കൂലല്ലോ. പറ്റിക്കാനല്ലേ? കെട്ടി നോക്കടാ അങ്ങോട്ട്. കെട്ടൂല, ഞാൻ അത്ര മണ്ടറൊന്നും അല്ല. അതാണ് കെട്ടൂല. ആര് വിചാരിച്ചാലും കെട്ടൂല. ഞാൻ കൈ കണ്ട അർത്ഥം മാറ്റും. നിന്റെ അച്ഛന്റെ കൈ. എന്റെ കൈ മുറിക്കുന്നത്. അവന്റെ കൈ മുറിച്ച് കഴിഞ്ഞാൽ അവൾക്ക് അവന് താഴെ ഇട്ടുണ്ട്. അല്ല മാമ, കെട്ടായിരുന്നു. പക്ഷെ കുരവയുടെ ആളില്ല. കുറെ വേണ്ട, ഈ വിഷയം മതി. ഇടങ്ങോട്ട് സന്തോഷമായ മക്കളെ? സന്തോഷമായി മാമ. മരുമോന് സന്തോഷമായ?
സന്തോഷമായി. പക്ഷേ ഞാൻ ഒരു കാര്യം പേടിച്ചാണെങ്കിൽ ഞാൻ ഈ പെണ്ണിനെ കെട്ടി. നിങ്ങൾ മാർക്കുവാണെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കണം. PSC ടെസ്റ്റ് പോലും ഇല്ലാത്ത ഈ പെണ്ണിന് നിങ്ങൾ വാങ്ങിച്ചുകൂടെ സർക്കാർ ജോലി. എടാ PSC ടെസ്റ്റ് ചെയ്താതെ ജോലി കിട്ടാൻ പോകുന്ന പെണ്ണല്ലേ ഈ നിൽക്കുന്നത്. PSC ടെസ്റ്റ് ചെയ്താൽ എങ്ങനെ ജോലി കിട്ടുവാ? എടാ നീ നേരത്തെ സർക്കാർ ഉദ്യോഗസ്ഥരെ കുറിച്ച് കുറെ ഗുണഗണങ്ങൾ പറഞ്ഞല്ല. പറഞ്ഞേ. നീ അതിൽ പറയാൻ പറ്റിയ ഒരു കാര്യമുണ്ട്. എന്തോന്ന്? സർവീസിൽ ഇരിക്കുമ്പോ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ജോലി ഭാര്യയ്ക്ക് കിട്ടും. അത് ഞാൻ മരിച്ചില്ലല്ലോ. അത് ഞാൻ നിന്നെ കൊല്ലുമല്ലോ. എങ്ങനെ? ദാണ്ട ഇങ്ങനെ. ഏ